എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ നാലാമത്തെ വർക്കൗട്ട് സെക്ഷനിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും 3 എക്സാം വീതം കഴിഞ്ഞു. ഇത്രയും ദിവസം 3 എക്സാം കഴിഞ്ഞു, 3 പോൾ വർക്കൗട്ട് എക്സാം നടന്നു, PDF കണ്ടു, നിങ്ങൾ വായിച്ചു, പഠിച്ചു, വീഡിയോ ക്ലാസ് കണ്ടു, പഠിച്ചു. ഇത്രയും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി നാലാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ നാലാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ സയൻസിന്റെ തന്നെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ സയൻസിനകത്ത് നമ്മൾ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും LGS-ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, LDS-ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2022, 2023, 2024 ചോദിച്ച മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലും സെയിം ഇത് തന്നെയാണ്. 2022, 2023, 2024 മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് ചർച്ച ചെയ്യുന്നത്. ക്ലാസ് ആദ്യ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കേ, ഒന്നാമത്തെ ചോദ്യം ഒരു പ്രസ്താവനാ ചോദ്യമാണ്. ഇതാണ്: താഴെ പറയുന്നവയിൽ അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. 2. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കും. 3. എല്ലാ അയിരുകളും ധാതുക്കളാണ്. 4. എല്ലാ ധാതുക്കളും അയിരുകളല്ല. നമ്മുടെ റിവിഷൻ വർക്കൗട്ട് ചലഞ്ച് ആണ് നടക്കുന്നത്. ഒന്നാമത്തെ ഒരു പ്രസ്താവനാ ചോദ്യമാണ്. നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തിക്കോ. ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന് നോക്കൂ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ശരിയോ തെറ്റോ? എന്താണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നു. 2. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നു. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണോ? രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാ. നമ്മൾ ധാതു പറഞ്ഞു. ഈ ധാതുവിൽ നിന്ന് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും എന്ത് പറ്റണം? ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെയാണ് ആ ലോഹത്തിന്റെ അയിര് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രസ്താവന നോക്കിയേ. എല്ലാ അയിരും ധാതുക്കളാണ്. 4. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ശരിയോ തെറ്റോ? നമുക്കൊന്ന് നോക്കാം. അലൂമിനിയം എന്ന് പറയുന്ന ഒരു ലോഹം എടുക്കുകയാണ്. അലൂമിനിയത്തിനകത്ത് എത്ര ധാതുക്കൾ ഉണ്ടെന്നറിയാമോ? 3 ധാതുക്കളുണ്ട്. ഏതൊക്കെയാണ്? 1. ബോക്സൈറ്റ്, രണ്ടാമത്തത് ക്രയോലൈറ്റ്, മൂന്നാമത്തത് കളിമണ്ണ്. ഈ 3 ധാതുക്കൾ ഉണ്ടല്ലോ. കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ്. എന്നാൽ ഇതിൽ ഏതിൽ നിന്നാണ് വളരെ വേഗത്തില് എളുപ്പത്തില് ചെലവ് കുറഞ്ഞ രീതിയില് ഈ അലൂമിനിയം എന്ന ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഏതിൽ നിന്നാണ്? ബോക്സൈറ്റിൽ നിന്നാണ്. അപ്പൊ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയേ? അപ്പൊ ഇതിനകത്ത് നോക്കിയേ. അലൂമിനിയം എന്ന് പറയുന്ന ലോഹം വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ധാതുക്കൾ നോക്കി. ഏതൊക്കെയാണ് ധാതുക്കള്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ഇതെല്ലാം അയിരുകളാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. നാലാമത്തെ പ്രസ്താവന ശരിയാ. ഇനി എല്ലാ അയിരുകളും ധാതുക്കളാണോ? ബോക്സൈറ്റ് എന്താണ്? ധാതുവാണ്. അപ്പൊ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അയിരെന്താണ്? ധാതു എന്താണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. ഈ ലാസ്റ്റിലത്തെ 2 ഓപ്ഷൻ 2022, 2023, 2024 റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. പ്രസ്താവനകളാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്ക് നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ലഭിക്കും. ഓർത്തോണേ. അടുത്തത് അപ്പൊ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞു ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ചില
പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയായിരുന്നു? വളരെ വേഗത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കണം, ചെലവ് കുറഞ്ഞതായിരിക്കണം. അപ്പോൾ എന്താ? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം, ലോഹത്തിന്റെ അംശം അതിനകത്ത് കൂടുതലായിരിക്കണം. അവിടെ അലൂമിനിയത്തിന്റെ വേർതിരിച്ചെടുക്കണമെങ്കിൽ ബോക്സൈറ്റിനകത്ത് എന്താണ്? ആ ലോഹത്തിന്റെ അളവ് കൂടുതലായിരിക്കണമെങ്കിൽ മാത്രമേ ആ ലോഹം വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് സെയിം ഇതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം, ലോഹത്തിന്റെ അംശം കൂടിയിരിക്കണം. അതേപോലെ അയിര് എന്താണ്? നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഉൾപ്പെടെ എല്ലാ ക്ലാസ്സിന്റെ നോട്ടും PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ എല്ലാ ദിവസവും നടക്കുന്ന വർക്ക്ഔട്ട് ചലഞ്ചിന്റെ വീഡിയോ ക്ലാസ് കാണുക, PDF വായിക്കുക, പോൾ വർക്ക്ഔട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. 2025 നമ്മുടെ കയ്യിലിരിക്കണം, നമ്മളായിരിക്കണം അതിൽ ആദ്യത്തെ. റാങ്ക് ഹോൾഡേഴ്സ് എന്നൊന്നും വേണ്ട, നമ്മൾ ആ ലിസ്റ്റിൽ കാണണം, ആ അഡ്വൈസ് മെമ്മോ നമ്മുടെ കയ്യിൽ കിട്ടണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ? അപ്പം കൂടെ തന്നെ നിന്നോണം, പഠിച്ചു പൊയ്ക്കോണം. നമ്മുടെ PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ 1 ലക്ഷത്തിൽ പകരം പോൾ വർക്ക്ഔട്ട് എക്സാം നടക്കുന്നുണ്ട്. 500ൽ കൂടുതൽ PDF സൗജന്യ PDF ഇപ്പോൾ തന്നെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് വർക്ക്ഔട്ട് ഉണ്ട്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, SCERT NCERT വർക്ക്ഔട്ട് എക്സാം നടക്കുന്നുണ്ട്, ഡെയിലി സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഉണ്ട്. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യുക, പഠിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? മെർക്കുറിയുടെ അയിര് ഏതാണ്? റിവിഷൻ ക്ലാസ് ആണ്, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞോ. ബോക്സൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, ഹേമറ്റൈറ്റ്, സിന്നബാർ. ഏതാണ്? ഓപ്ഷൻ ഡി, സിന്നബാർ ആണ്. അപ്പൊ എന്തറിഞ്ഞിരിക്കണം? അയിര് അറിഞ്ഞിരിക്കണം. ഓരോന്നിന്റെയും അയിര് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പൊ ലോഹവും അതിന്റെ അയിരുകളും രാസസൂത്രവും SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇത്രയുമാണ്. അലൂമിനിയം, ബോക്സൈറ്റ്, അതിന്റെ രാസസൂത്രം പഠിച്ചിരിക്കുക. അയൺ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കോപ്പർ, കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഇതിന്റെ എല്ലാം രാസസൂത്രം ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അയിരുകൾ പഠിക്കാം. പെട്ടെന്ന് അങ്ങ് പഠിച്ചു പോവുക. ഒന്നാമത്തതാണ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ്. ഓർക്കാൻ എളുപ്പം എന്താണ്? അലൂമിനിയം ബോക്സിന് വേണ്ടി ഞാൻ എപ്പോഴും ക്രൈ ചെയ്യാറുണ്ട്. അലൂമിനിയം ബോക്സിന് വേണ്ടി എപ്പോഴും ഞാൻ ക്രൈ ചെയ്യാറുണ്ട്. നമ്മൾ പണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിന് വേണ്ടി അമ്മയോടൊക്കെ കരയാറുണ്ടല്ലേ, ഒരെണ്ണം വാങ്ങിച്ചതാന്നും പറഞ്ഞോണ്ട്. അപ്പൊ അത് വെച്ച് ഓർക്കാലോ. അലൂമിനിയം ഏതൊക്കെയാണ്? ബോക്സ്, ക്രയോലൈറ്റ്, ക്രൈ, അങ്ങനെ ഓർത്താൽ മതി. അലൂമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഇനി രണ്ടാമത്തെ നോക്കൂ, ഇരുമ്പ്. ഇരുമ്പിന്റെ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്? ഹേമ CD അയൺ ചെയ്തു. ഹേമ CD അയൺ ചെയ്തു. ഹേമ അതിനകത്തുണ്ട് എന്ത്? ഹേമറ്റൈറ്റ്. അപ്പൊ ഇരുമ്പ്, ഹേമ CD അയൺ ചെയ്തു, ഹേമറ്റൈറ്റ്. സിഡറ്റൈറ്റ്. CD എന്താണ്? സിഡറ്റൈറ്റ്. അടുത്തതാണ് അയൺ ചെയ്തു, അയൺ പൈറൈറ്റിസ്. അയൺ പൈറൈറ്റിസ്. 3 എണ്ണം കിട്ടിയല്ലോ. ഇനി ഇരുമ്പിനുള്ള പ്രത്യേകത എന്താണ്? ആകർഷണമാണ് അല്ലെ, മാഗ്നറ്റിക് ആണ്. അപ്പൊ അത് മാഗ്നറ്റൈറ്റ്. ക്ലിയർ ആയോ? പഠിച്ചല്ലോ. ഇരുമ്പിന്റെ അയിരുകൾ പഠിച്ചു. ഏതാണ്? ഹേമറ്റൈറ്റ്, സിൻഡറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്. ഹേമ CD അയൺ ചെയ്തു, അതെന്താണ്? ആകർഷണമാണ്. മാഗ്നറ്റൈറ്റ് കൂടെ അതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. അടുത്തയാണ് സോഡിയം. സോഡിയം പഠിക്കാൻ എളുപ്പമാണ്. സോഡിയം എന്താ? ഉപ്പാണെന്ന് നമുക്കറിയാം അല്ലെ, അല്ലെങ്കിൽ സോൾട്ട് ആണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? റോക്ക് സാൾട്ട്, ചില്ലി സാൾട്ട് പീറ്റർ. റോക്ക് സാൾട്ട്, ചില്ലി സാൾട്ട് പീറ്റർ. പിന്നെ വരുന്നതാണ് ബൊറാക്സും അംഫിബോളും. അത് രണ്ടും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. റോക്ക് സാൾട്ട് ആണ് മിക്കവാറും ചോദിക്കുന്നത്. അപ്പൊ സോഡിയം, റോക്ക് സാൾട്ട്, ചില്ലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്, അംഫിബോൾ. പഠിച്ചല്ലോ. അടുത്തയാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം എങ്ങനെ ഓർക്കാം? കാർണലൈറ്റ് ആണല്ലേ പൊട്ടാസ്യം. അപ്പൊ ഇങ്ങനെ ഓർത്താ മതി. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി. കാർണലൈറ്റ്, പൊട്ടാസ്യം. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി. പൊട്ടാസ്യം, കാർണലൈറ്റ്. പൊട്ടാസ്യം, കാർണലൈറ്റ്. അടുത്ത മഗ്നീഷ്യം. മഗ്നീഷ്യം ഓർക്കാൻ എളുപ്പമാണ്. മഗ്നീഷ്യം, മാഗ്നസൈറ്റ്. M എന്ന് ഓർത്താ മതി അല്ലെ. മഗ്നീഷ്യം, മാഗ്നസൈറ്റ്. കൂടാതെ ഒരെണ്ണോടുണ്ട് ഡോളമൈറ്റ്. ഡോളമൈറ്റ് അല്ലാതൊന്ന് ഓർത്തിരിക്കാം.
മഗ്നീഷ്യം, മാഗ്നസൈറ്റും ഡോളമൈറ്റും. ഈ 5 പഠിച്ചോ? പഠിച്ചല്ലോ. PDF ഈ വീഡിയോ ക്ലാസ് നോക്കണ്ട നിങ്ങള്. ഞാൻ ചോദിക്കാം, സിഡറ്റൈറ്റ് എന്തിന്റെ അയിരാണ്? നോക്കാതെ പറഞ്ഞാൽ മതി. സിഡറ്റൈറ്റ് നമ്മൾ പറഞ്ഞു ഹേമസീഡി അയൺ ചെയ്തു. എന്തായിരുന്നു? ഇരുമ്പ്. നിങ്ങൾ പഠിച്ചു. അടുത്തതാണ് കാർണലൈറ്റ്. കാർണലൈറ്റ് എന്താ? പൊട്ടാസ്യം. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി. പൊട്ടാസ്യം കാർണലൈറ്റ്. അടുത്തത് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് എന്താണ്? അലൂമിനിയം അല്ലെ? അലൂമിനിയം ബോക്സ് കിട്ടാഞ്ഞോണ്ട് ഞാൻ ക്രൈ ചെയ്തു. അപ്പം അലൂമിനിയം ബോക്സൈറ്റും ഉണ്ട്, ക്രയോലൈറ്റും ഉണ്ട്. അടുത്ത മാഗ്നസൈറ്റ്. മഗ്നീഷ്യം. പഠിച്ചല്ലോ. ആ 5 നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത 5 നോക്കാം. കാൽസ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും ആവശ്യം എന്താണ്? കാൽസ്യമാണ്. സ്ട്രോങ് ബോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്? കാൽസ്യമാണ്. കാൽസ്യം അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ബോൺസിന് വേണ്ടി പോകുന്നത് എവിടാണ്? ജിമ്മിലാണ് അല്ലെ? അപ്പൊ അത് വെച്ചോർത്താ മതി. കാൽസ്യം, ജിപ്സം. കാൽസ്യം ഏതാ? ജിപ്സം. കാൽസ്യം, ജിപ്സം. ജിം ഓർക്കാത്താ മതിയല്ലോ. അപ്പൊ കാൽസ്യം ഏതാണ്? ജിപ്സം ആണ്. അടുത്തത് ടിന്ന് കാസിറ്ററൈറ്റ് ആണ്. കാസിറ്ററൈറ്റ്. പഴയ കാസറ്റ് ഒക്കെ നമ്മള് അല്ലെങ്കിൽ പഴയ കാസറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഒരു ടിന്നിനകത്താക്കി അങ്ങ് വെക്കും അല്ലെ? അപ്പൊ ടിൻ എന്താണ്? കാസിറ്ററൈറ്റ് ആണ്. ടിന്ന് കാസിറ്ററൈറ്റ്. അടുത്ത വരുന്നതാണ് ലെഡ് ഓർക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴി പറയാം. സെറു ലീവിൽ പോയപ്പോൾ ഗലീന ലീഡർ ചാർജ് എടുത്തു. ലീഡർ അതിനകത്ത് ലെഡ് ഉണ്ടല്ലോ. അപ്പൊ ആരാണ് ലീവിൽ പോയത്? സെറു ആണ്. അപ്പം സെറുസൈറ്റ്. ലെഡിന്റെ ഒരൈരാണ് എന്ത്? സെറുസൈറ്റ്. അടുത്ത നമ്മൾ പറഞ്ഞു പുതുതായിട്ട് ചാർജ് എടുത്ത ആൾ ആരാണ്? ഗലീനയാണ് അല്ലെ? ഗലീന ലീഡർ ആയിട്ട് ചാർജ് എടുത്തത് ഗലീനയാണ്. അടുത്ത പറഞ്ഞു ചാർജ് എടുത്തു എന്ന് പറഞ്ഞു. ചാർജ് അതാണെങ്കിൽ ലിതാർജ് ഓർത്താ മതി. ലിതാർജ്. അപ്പൊ 3 പഠിച്ചല്ലോ. ലെഡിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? സെറുസൈറ്റ്, ഗലീന, ലിതാർജ്. പഠിച്ചു കഴിഞ്ഞല്ലോ. സെറുസൈറ്റ്, ഗലീന, ലിതാർജ്. അടുത്തതാണ് സിങ്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? കലം വെക്കും അല്ലെ? സിങ്കിനകത്ത് കഴുകാൻ വേണ്ടി കലം വെക്കും. ഇച്ചിരി വലിയ കലമായപ്പോൾ കലം എന്ത് ചെയ്തെന്ന് അറിയാമോ? ഒന്ന് ബെൻഡ് ചെയ്തു പോയി. അപ്പൊ എന്താണ് സിങ്ക്? ഒന്ന് കലാമിന്, രണ്ടാമത് സിങ്ക് ബ്ലെൻഡ്. കലാമിൻ, സിങ്ക് ബ്ലെൻഡ്. അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് സിൻസൈറ്റ്. അത് സിങ്കുമായിട്ട് കണക്ട് ചെയ്യാലോ. സിൻസൈറ്റ് സിങ്ക്. പഠിച്ചല്ലോ. പഠിച്ചേ. അങ്ങനെയെങ്കിൽ അടുത്തത് കോപ്പർ. ചാക്കോ മാഷ് ഇടുന്ന മാല കോപ്പറിന്റെയാ. എന്തിന്റെയാ? കോപ്പറിന്റെയാ. അപ്പൊ കോപ്പറിന്റെ എന്തൊക്കെയാണ്? ഒന്ന് മാലക്കൈറ്റ്. ഏത് മാല ഇടുന്നേ? കോപ്പറിന്റെ മാല. അപ്പം മാലക്കൈറ്റ്. അടുത്ത ചാക്കോ മാഷ് നമ്മൾ പറഞ്ഞു അല്ലെ? ഓർക്കാൻ വേണ്ടി പറഞ്ഞ ചാക്കോ അല്ലെങ്കിൽ ചാൽക്കോലൈറ്റ്. അപ്പം കോപ്പറിന്റെ എന്തൊക്കെയാണ്? മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്. അടുത്ത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും കോപ്പർ പൈറൈറ്റ്സ്. അത് കോപ്പറുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാലോ. കോപ്പർ പൈറൈറ്റ്സ് എന്താണ്? കോപ്പർ പൈറൈറ്റ്സ്. ക്ലിയർ ആയോ? 10 നിങ്ങൾ തന്നെ പഠിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അലൂമിനിയത്തിന്റെ ഏതായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കി. അലൂമിനിയം ബോക്സിന് വേണ്ടി ക്രൈ ചെയ്തു. ഏതാ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അങ്ങനെയെങ്കിൽ ഹേമറ്റൈറ്റ് എന്തിന്റെ ആയിരുന്നു? പറഞ്ഞോ? നിങ്ങൾക്കറിയാം ഹേമറ്റൈറ്റ് എന്തിന്റെയാണ്? ഇരുമ്പിന്റെ ആണ് അല്ലെ? ഹേമറ്റൈറ്റ്. അങ്ങനെയെങ്കിൽ റോക്ക് സാൾട്ട് എന്തിന്റെയാ? സാൾട്ട് അതിനകത്ത് തന്നെ ഉണ്ട് എന്ത്? സോഡിയം. ചിലി സാൾട്ട് പീറ്റർ അപ്പൊ എന്തിന്റെയാ? അതും സോഡിയത്തിന്റെ ആണ്. മാഗ്നസൈറ്റ് നമുക്കറിയാം എന്താണ്? മഗ്നീഷ്യത്തിന്റെ ആണ്. ജിപ്സം ജിമ്മിൽ പോയി എന്തിനു വേണ്ടി? ബോണ്ട് ഉണ്ടാവാൻ നമുക്ക് എന്താ വേണ്ടേ? കാൽസ്യം. അപ്പൊ ജിപ്സം എന്താണ്? കാൽസ്യം. ഓർമ്മ വന്നല്ലോ. അങ്ങനെയെങ്കിൽ ഗലീന എന്താ വരുന്നത്? ഗലീന ലീഡറായി ചാർജ് എടുത്തു. ഗലീന ലെഡ്. സിങ്കിന്റെ എന്താണ് വരുന്നത്? സിങ്കിനകത്ത് നമ്മൾ എന്താ വെച്ചേ? കലം. അപ്പം
കലാമിൻ എന്ത് പറ്റി? ബ്ലെൻഡ് ചെയ്തു. അപ്പം സിങ്ക് ബ്ലെൻഡ്. പഠിച്ചല്ലോ. 10 എണ്ണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇനി മറക്കത്തില്ല. അങ്ങനെയെങ്കിൽ അടുത്ത 5 എണ്ണം നമുക്ക് പഠിക്കാം. അടുത്ത 5 എണ്ണം യുറേനിയം. യുറേനിയം നമുക്കറിയാം, പണ്ടത്തെ അമ്മാവന്മാരൊക്കെ ഭയങ്കര കർക്കശക്കാരാണ് അല്ലെ. അപ്പം കാർന്നോ ടൈറ്റ് ആയിട്ട് പിച്ചി, കാർന്നോ ടൈറ്റ് ആയിട്ട് തന്നെ പിച്ചി, കാർന്നോ ടൈറ്റ്. കാർന്നോ ടൈറ്റും പിച്ച് ബ്ലെൻഡും എന്താണ്? യുറേനിയം ആണ്. കാർന്നോ ടൈറ്റ് ആയിട്ട് തന്നെ പിച്ചി. അപ്പൊ യുറേനിയം, കാർന്നോ ടൈറ്റും പിച്ച് ബ്ലെൻഡും. പഠിച്ചല്ലോ. അടുത്തതാണ് തോറിയം. തോറിയം നമ്മൾ ത്രോ ചെയ്യാ, എറിയുക. നമ്മൾ ഒരുപാട് കല്ല് കൂട്ടത്തോടെ എടുത്താന്ന് എറിയുന്നേ അല്ല, പെട്ടെന്ന് ഒറ്റ കല്ലെടുത്താ നമ്മൾ എറിയുന്നത്. അപ്പൊ അതെന്താണ്? മോണോ ആണെന്ന് ഓർക്കാലോ. അപ്പൊ തോറിയം എന്താണ്? മോണോസൈറ്റ് ആണ്. ത്രോ എന്ന് ഓർത്താ മതി. ത്രോ. തോറിയം മോണോസൈറ്റ്. തോറിയം എന്താ? മോണോസൈറ്റ്. മറക്കത്തില്ലേ? മെർക്കുറി നമുക്കറിയാം, ഏറ്റവും ചെറിയതാണ് ഏത്? മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം ആണല്ലോ. ഏറ്റവും ചെറിയ ഗ്രഹം മെർക്കുറി. അങ്ങനെയെങ്കിൽ സിന്നബാറിനെ നമുക്ക് ചിന്നബാർ എന്ന് ഓർക്കാലോ. അപ്പൊ മെർക്കുറി എന്താണ്? സിന്നബാർ. മെർക്കുറി സിന്നബാർ. ഓർക്കാൻ എളുപ്പമാണല്ലോ. അതും പഠിച്ചല്ലോ. അടുത്ത് സ്വർണം. സ്വർണം എന്താണെന്ന് അറിയാമോ? ബിസ്മത്ത് അറേറ്റ്. നമുക്കറിയാം, സ്വർണ്ണ ബിസ്ക്കറ്റും കൊണ്ടൊക്കെ പോയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും അല്ലെ. അപ്പം സ്വർണ്ണ ബിസ്മത്ത് അറേറ്റ് എന്ന് ഓർക്കാലോ. ബിസ്ക്കറ്റ് അറസ്റ്റ് എന്ന് ഓർത്താ മതി. ബി അറസ്റ്റ് അങ്ങനെ ഓർത്താ മതി. അപ്പൊ സ്വർണം എന്താണ്? ബിസ്മത്ത് അറേറ്റ്. ബിസ്മത്ത് അറേറ്റ്. ആന്റിമണി. ആന്റിമണി സ്റ്റിബ്നൈറ്റ് ആണ്. ആന്റിമണി സ്റ്റിബ്നൈറ്റ്. എങ്ങനെ ഓർക്കാം? ആന്റി മണി കൊടുത്ത് എന്ത് വാങ്ങിച്ചു? സിമ്പുള്ള ഒരു നൈറ്റ് വാങ്ങിച്ചു. ആന്റി മണി കൊടുത്ത് സിമ്പുള്ള ഒരു നൈറ്റ് വാങ്ങിച്ചു. അപ്പൊ ആന്റിമണി എന്താണ്? സ്റ്റിബ്നൈറ്റ് ആണ്. ആന്റിമണി സ്റ്റിബ്നൈറ്റ്. ആന്റിമണി സ്റ്റിബ്നൈറ്റ്. പഠിച്ചല്ലോ 5 എണ്ണം. ചോദിച്ചോട്ടെ ഞാന്. കാർനോടൈറ്റ്. കാർനോടൈറ്റ് പിച്ച് ബ്ലെൻഡും എന്താണ്? യുറേനിയം ആണ്. ഓർമ്മ വന്നു. ഓർമ്മ വന്നല്ലോ. ബിസ്മത്ത് അറേറ്റ് എന്താണ്? ബിസ്മത്ത് അറേറ്റ്. ബിസ്ക്കറ്റ് അറസ്റ്റ് എന്താണ്? ബിസ്മത്ത് അറേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പോകുമ്പോഴാ? സ്വർണം. അതും നിങ്ങൾക്ക് ഓർമ്മ വന്നു, നിങ്ങൾ പഠിച്ചു. അടുത്തയാണെങ്കിൽ തോറിയം. തോറിയം ത്രോ. എങ്ങനെയാണ് ത്രോ ചെയ്യുന്നത്? മോണോ ആയിട്ടാണ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടാണ്. അപ്പൊ അതെന്താണ്? മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ്. അങ്ങനെയെങ്കിൽ സ്റ്റിബ്നൈറ്റ്. സ്റ്റിബ്നൈറ്റ്. സ്റ്റിബ്നൈറ്റ് അങ്ങനെ ഓർത്താ മതി. സ്റ്റിബ്നൈറ്റ് എന്താണ്? ആന്റിമണി. ആന്റിമണി കൊടുത്ത് എന്ത് വാങ്ങിച്ചു? സിമ്പുള്ള ഒരു നൈറ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ സ്റ്റിബ്നൈറ്റ്. പഠിച്ചു. നിങ്ങൾ 15 ഐരുകളാ ഇപ്പം പഠിച്ച. അറിഞ്ഞോ? 15 ഐരുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ പഠിച്ചു. അടുത്തതാണ്, അടുത്ത 6 എണ്ണം പഠിക്കാൻ പോവാ. ബോറോൺ. ബോറോൺ എന്താണ്? ടിങ്കൽ ആണ്. ടിങ്കൽ. നമ്മൾ പെട്ടെന്ന് തിങ്കൾ എന്നാ വായിക്കുന്നത് അല്ലെ. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചത്തെ ദിവസം എന്തായിരിക്കും? പോവാനും വരാനും എല്ലാം അങ്ങ് മടിയായിരിക്കും, ബോറായിരിക്കും. അപ്പം ബോറോൺ എന്താണ്? ടിങ്കൽ. ബോറോൺ ടിങ്കൽ. ബോറോൺ ടിങ്കൽ. അടുത്തതാണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ 2 എണ്ണമാണ് വരുന്നത്. റൂട്ടൈലും വരും, ഇൽമനൈറ്റും വരും. ഇത് ഓർക്കാനൊരു എളുപ്പ വഴി, നൈറ്റില് ടൈറ്റാനിയത്തിന്റെ റൂട്ട് തെറ്റി. നൈറ്റില് ടൈറ്റാനിയത്തിന്റെ റൂട്ട് തെറ്റി. അപ്പം ടൈറ്റാനിയം എന്തൊക്കെയാ വരുന്നേ? ഒന്ന് റൂട്ടൈല്. റൂട്ട് തെറ്റി. റൂട്ടൈലും എപ്പോഴാ തെറ്റിയേ? നൈറ്റിലാ. അപ്പം ഇൽമനൈറ്റും. ഇൽമനൈറ്റും റൂട്ടൈലുമാണ് ടൈറ്റാനിയം. അടുത്ത നോക്കിയേ, മാംഗനീസ്. മാംഗനീസിന്റെ എന്താണെന്ന് അറിയാമോ? പൈറോലുസൈറ്റ് ആണ്. മാംഗനീസ് എന്താണ്? പൈറോലുസൈറ്റ്. മാംഗനീസ് പൈറോലുസൈറ്റ്. വനേഡിയം. 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 വനേഡിയം എന്താണെന്ന് അറിയാമോ? പെട്രോനൈറ്റ് ആണ്. 2 രീതി നിങ്ങൾക്ക് ആലോചിക്കാം. വാനിൽ പോകണമെങ്കിൽ പെട്രോൾ അടിക്കണം, അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചോ. അല്ലാത്തവർക്ക് വനത്തിൽ പോകാൻ എന്തുമായി ഇറങ്ങി? പെട്രോ മാക്സുമായിട്ട് ഇറങ്ങി. അങ്ങനെ ഓർക്കാം. ഈ 2 വേയിൽ നിങ്ങൾക്ക് ഏത് വേയിൽ വേണമെങ്കിലും ഓർത്തിരിക്കാം. അപ്പം വനേഡിയം എന്താണ്? വാൻ പെട്രോൾ. അങ്ങനെ ഓർക്കുന്നവർക്ക് അങ്ങനെ ഓർത്താലും മതി. വനേഡിയം പെട്രോനൈറ്റ്. വനേഡിയം പെട്രോനൈറ്റ്. വനേഡിയം പെട്രോനൈറ്റ്. അടുത്തത് നിക്കൽ. 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 നിക്കൽ എന്ത് ചെയ്തു? പേന വാങ്ങിച്ചു.
അപ്പം നിക്കൽ എന്താണ്? പെൻലാൻഡൈറ്റ് ആണ്. പെൻലാൻഡൈറ്റ്. നിക്കൽ പെൻലാൻഡൈറ്റ്. നിക്കൽ പെൻലാൻഡൈറ്റ്. അടുത്തയാണ് സിൽവർ. സിൽവർ. സിൽവർ എന്താണ്? സിൽവറിന്റെ നമുക്കറിയാം സിൽവറിന്റെ സിമ്പൽ എന്ന് പറയുന്നത് Ag ആണ് അല്ലെ. അപ്പൊ ഓർക്കാൻ എളുപ്പവഴിയുണ്ട്. അർജന്റൈറ്റ് ആണ്. അർജന്റൈറ്റ്. അല്ലെങ്കിൽ സിൽവർ വാങ്ങുന്നത് അർജന്റ് ആയിട്ട് വാങ്ങി, അങ്ങനെ ഓർത്താലും മതി. അല്ലാത്തവർക്ക് സിൽവറിന്റെ സിമ്പൽ Ag ആണ്, അതാണ് എളുപ്പവഴി. സിൽവറിന്റെ സിമ്പൽ Ag ആണ്. അപ്പൊ അതെന്താണ്? അർജന്റൈറ്റ് ആണ്. അതിനകത്തും വരുന്നുണ്ടല്ലോ അർജന്റൈറ്റ്. അർജന്റൈറ്റ് ഓർക്കാലോ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് സ്വർണത്തിന്റെ അയിര് എന്താണ്? നോക്കാതെ നിങ്ങൾ പറയണേ, സ്വർണത്തിന്റെ എന്താണ്? ബിസ്മത്ത് അറേറ്റ്. നിങ്ങൾക്ക് കിട്ടി. അടുത്തത് ചോദിക്കാണ് യുറേനിയം. യുറേനിയത്തിന്റെ എന്തായിരുന്നു? രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് പിച്ച് ബ്ലെൻഡും പറഞ്ഞു, അടുത്തത് കാർനോറ്റ്. പഠിച്ചല്ലോ. അടുത്ത ചോദിച്ചോട്ടെ, വെള്ളി. സിൽവറിന്റെ എന്താണ്? Ag. ഏതാ? അർജന്റൈറ്റ്. അതും നിങ്ങൾ പഠിച്ചു. കാൽസ്യം. കാൽസ്യം എല്ലേ പല്ല്. അപ്പൊ ഏത് ഓർമ്മ വരണം? ജിം ഓർമ്മ വരണം. അപ്പൊ കാൽസ്യം ഏതാ? ജിപ്സം. കാൽസ്യം ജിപ്സം. മാലക്കൈറ്റ്. എന്തിന്റെയാണ് മാലക്കൈറ്റ്? മാല ആരായിട്ടെ? ചാക്കോമാഷ ഇട്ടെ. എപ്പോഴായിട്ടെ? ഏതിന്റെ മാലയായിട്ടെ? കോപ്പറിന്റെ മാലയായിട്ടെ. അപ്പൊ മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ് ആരാണ്? കോപ്പർ ആണ്. കോപ്പർ. ക്ലിയർ ആയി? നിങ്ങൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചോദ്യം നോക്കാം. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ അലൂമിനിയം, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി ഇരുമ്പ്. നിങ്ങൾക്കറിയാം അലൂമിനിയം നമ്മൾ പറഞ്ഞു, ബോക്സൈറ്റും ക്രയോലൈറ്റും. കോപ്പർ നമ്മൾ പഠിച്ചു അല്ലേ? സിങ്ക് നമ്മൾ പഠിച്ചു. ഇരുമ്പിന്റെ എന്തായിരുന്നു? ഹേമറ്റൈറ്റ് പറഞ്ഞു, സിൻഡിക്കേറ്റ് പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അയൺ പൈറൈറ്റീസ് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. അങ്ങനെയെങ്കിൽ സിങ്ക് ഏതാ നമ്മൾ പറഞ്ഞേ? സിങ്കിൽ കലം വെച്ചപ്പോൾ എന്ത് പറ്റി? ബ്ലെൻഡ് ചെയ്തു. അപ്പം കലാമിന് ഏതായിരിക്കും? ഓപ്ഷൻ സി സിങ്ക് ആണ്. നിങ്ങൾ തന്നെയല്ലേ ഉത്തരം പറഞ്ഞേ? സ്വന്തമായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ സിങ്ക് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാഗം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്ക് ആണ്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. പൗഡർ, ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തം റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്നത്, പെയിന്റിലെ വെളുത്ത വർണ്ണകമായി ഉപയോഗിക്കുന്നത് എല്ലാം എന്താണ്? സിങ്ക് ഓക്സൈഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. അവിടെ തന്നെ 3 പ്രസ്താവനകൾ നമ്മൾ പറഞ്ഞു. അടുത്ത റോഡന്റിസൈഡ് അല്ലെങ്കിൽ എലിവിഷം. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സിങ്ക് ഫോസ്ഫറസും ആഴ്സനിക് സൾഫൈഡുമാണ് കേട്ടോ. സിങ്ക് ഫോസ്ഫറസും ആഴ്സനിക് സൾഫൈഡുമാണ് റോഡന്റിസൈഡ് അല്ലെങ്കിൽ എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു. ഇതും ഇത്രയും സിങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം നിങ്ങളോടാ. ഇരുമ്പിന്റെ ധാതുവാണ്. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, ഉത്തരം നിങ്ങൾ എടുത്തോ. ഇരുമ്പിന്റെ ധാതു ഏതാ? പഠിച്ചു. ഹേമറ്റൈറ്റ് അല്ലെ? ഹേമ CD അയൺ ചെയ്തു. ഹേമറ്റൈറ്റ്. അറ്റോമിക് നമ്പർ എത്ര ആണ് ഇരുമ്പിന്റെ? 26 ആണ്. 26 ആണ് ഇരുമ്പിന്റെ അറ്റോമിക് നമ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫാക്ട്സ് ആയിട്ട് കൊടുക്കുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭൂമിയുടെ അകക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അയിര് ഏതാണ്? അത് മാഗ്നറ്റൈറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത്, അയിര് എന്ന് പറയുന്നത്. അടുത്ത വ്യാവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഏതാണ്? അത് ഹേമറ്റൈറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഓർത്തിരുന്നോണെ. വ്യാവസായികമായി ഇരുമ്പ് ഉൽപ്പാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അയിര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹേമറ്റൈറ്റ് ആണ്. ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ഇത് ഇത്ര SCRT-ക്കകത്ത് പിക്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ PDF നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം റോട്ട് അയൺ അല്ലെങ്കിൽ പച്ചിരുമ്പാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരുന്നോണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്ന അയിരുകളിൽ ഒരു സൾഫൈഡ് അയിരിന് ഉദാഹരണം ഏത്? സൾഫൈഡ് അയിരിന് നമ്മൾ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഉത്തരം സിങ്ക് ബ്ലെൻഡ് ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന അയിരുകളിൽ സൾഫൈഡ് അയിരിന് ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് സിങ്ക് ബ്ലെൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. സിങ്ക് ബ്ലെൻഡ്. അടുത്ത ചോദ്യം ഇതാണ്. അപദ്രവ്യങ്ങൾ അയിരിനേക്കാൾ സാന്ദ്രത കുറവാണ് എങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന
സാന്ദ്രണ മാർഗം ഏത്? ഓപ്ഷൻ എ കാന്തിക വിഭജനം, ഓപ്ഷൻ ബി ലീച്ചിങ്, ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ, ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ, നമുക്കറിയാം നമ്മള് ഒരു അയിരെടുത്തു. ഒരു അയിരെടുക്കുമ്പോൾ അതിനകത്ത് അലൂമിനിയം എടുക്കാണ്. അലൂമിനിയത്തിന്റെ അയിര് നമുക്കറിയാം ഏതാണ്? ബോക്സൈറ്റ് ആണ്. അല്ലെങ്കിൽ അയൺ എടുത്തു, അയണിന്റെ ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഇപ്പൊ നമുക്ക് അലൂമിനിയത്തിന്റെ തന്നെ എടുക്കാം. അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണല്ലോ. അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ഇതിനകത്ത് ഈ ബോക്സൈറ്റിനകത്ത് എന്ത് കാണും? ഒരു ലോഹവും കാണും, അതിന്റെ കൂടെ തന്നെ ഒരു മാലിന്യവും കാണും. ഒരു മാലിന്യവും കാണും, അതിന്റെ കൂടെ ലോഹവും കാണും. ഈ ലോഹത്തെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വേർതിരിച്ചെടുക്കണം അല്ലെ? ഈ മാലിന്യത്തെ പറയുന്ന മറ്റൊരു പേരാണ് അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയുന്നത്. ഗ്യാങ് അല്ലെങ്കിൽ അപദ്രവ്യം. ക്ലിയർ ആയോ? മാലിന്യം, അപദ്രവ്യം, ഗ്യാങ് ഇതെല്ലാം ഒന്നാണ്. എന്താണ്? ഒരു അയിരിനകത്ത് ലോഹവും കാണും, മാലിന്യവും കാണും. ഈ മാലിന്യത്തെ പറയുന്ന പേരാ. ഈ മാലിന്യം നീക്കം ചെയ്യണമല്ലോ. ഈ മാലിന്യം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലെക്സ്. അപ്പം ഈ മാലിന്യം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ്. ഇനി നമുക്ക് ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേരുന്ന സംഭവമാണ് ഏത്? സ്ലാഗ് എന്ന് പറയുന്നത്. സ്ലാഗ്. അപ്പൊ സ്ലാഗ് എന്താണ്? ഗ്യാങ്ങും ഫ്ലെക്സും, ആ മാലിന്യവും അത് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പദാർത്ഥവും കൂടി ചേരുന്നതാണ് സ്ലാങ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഒരു അയിരെടുത്തു, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നില്ല, ഒരു ലോഹം കാണും, ഒരു മാലിന്യവും കാണും. ആ മാലിന്യത്തെയാണ് അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയുന്നത്. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗ്യാങ്ങും ഫ്ലക്സൂടെ ചേരുന്നതാണ് സ്ലാങ്. ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി ഈ അപദ്രവ്യങ്ങൾക്ക് നീക്കം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സാന്ദ്രണ മാർഗങ്ങൾ ഉപയോഗിക്കും. അതിലൊന്നാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, രണ്ടാമത്തത് പ്ലവന പ്രക്രിയ, 3 ലീച്ചിങ്, 4 കാന്തിക വിഭജനം. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണ് എങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം എന്താണ്? അല്ലെങ്കിൽ ഈ മാലിന്യത്തിന് ഡെൻസിറ്റി കുറവാണ്. മാലിന്യത്തിന് എന്താണ്? ഡെൻസിറ്റി കുറവാണ്. അയിരിനേക്കാളും മാലിന്യത്തിന് ഡെൻസിറ്റി കുറവാണ് എങ്കിൽ ഏത് മെത്തേഡാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്? ഏതാണെന്നറിയാമോ? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ക്ലിയർ ആയേ? അപ്പൊ ഒന്നാമത്തെ ആ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. അതിനു മുമ്പ് നമുക്ക് ഇതുകൂടെ ഒന്ന് നോക്കാം. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത്? എന്താണ് ലോഹ നിഷ്കർഷണം? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. ഇതിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് അയിരുകളുടെ സാന്ദ്രണം. നമ്മളിപ്പം പറഞ്ഞു 4 മെത്തേഡ്. അതാണ് അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തെ മെത്തേഡാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. ഈ സാന്ദ്രീകരിച്ച അയിരുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? ലോഹത്തെ വേർതിരിച്ചെടുക്കണം. പിന്നെ അതിനെ എന്ത് ചെയ്യണം? ലോഹ ശുദ്ധീകരണം നടത്തണം. അപ്പൊ ഈ 3 ഘട്ടങ്ങളുമാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജിക്കകത്ത് ഉള്ളത്. ഓർത്തിരുന്നോണം. എന്താണെന്ന് ക്ലിയർ ആയല്ലോ? നമുക്ക് പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു റിവിഷൻ ക്ലാസ് പോലാണ് നമ്മളിത് മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ ഒരു ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് പിന്നൊരു ദിവസം എടുക്കാം. ഇപ്പൊ നിങ്ങൾ ആ ഒരു റിവിഷൻ ക്ലാസ് നമ്മുടെ 2024-25 നടക്കുന്ന 10th പ്രിലിംസിന്റെ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കാം. ഓക്കെ. അപ്പൊ അതിനകത്ത് അയിരുകളുടെ സാന്ദ്രണത്തിനകത്ത് ഒരെണ്ണമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. നമ്മൾ അത് പറഞ്ഞു. അപദ്രവ്യത്തിന്റെ ഡെൻസിറ്റി കുറവായിരിക്കണം. ഡെൻസിറ്റി ഏതിന് കുറവായിരിക്കണം? അപദ്രവ്യത്തിന് ഡെൻസിറ്റി കുറവായിരിക്കണം. അത് നിങ്ങൾ പഠിച്ചു. അപ്പം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പഠിച്ചല്ലോ. അല്ലെങ്കിൽ നെവിഗേഷൻ ഓഫ് ഹൈഡ്രോളിക് വാഷിംഗ് നിങ്ങൾ പഠിച്ചു. എന്താണ്? മാലിന്യത്തിന് സാന്ദ്രത കുറവായിരിക്കണം. സാന്ദ്രത അയിരിനേക്കാളും കുറവായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? ലോഹം താഴെ വന്ന് കിടക്കും. നമുക്കറിയാം മാലിന്യത്തിന് സാന്ദ്രത കുറവാണെങ്കിൽ മാലിന്യം മുകളിൽ കിടക്കുകയും
ലോഹം എവിടെ കിടക്കും? താഴെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. ഇനി ഇത് എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വർണത്തിലും ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രീകരണത്തിലുമാണ് ഇത് നടക്കുന്നത്. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഉദാഹരണം ഏതാണ്? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രീകരണം അതേപോലെ തന്നെ സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രണം. ഈ PDF നമ്മുടെ നോട്ടിനകത്തുണ്ട്. PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കും, നിങ്ങൾ വായിക്കണം. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫോർത്ത് ഫ്ലോട്ടേഷൻ. അപ്പൊ ഇവിടെ എന്താണെന്ന് അറിയാമോ? നേരെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലിന്റെ നേരെ ഓപ്പോസിറ്റാ. ഇവിടെ അപദ്രവ്യത്തിന് ഡെൻസിറ്റി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപദ്രവ്യത്തിന് അയിരിനേക്കാൾ ഡെൻസിറ്റി കൂടുതലായിരിക്കണം. അങ്ങനെയാണ് പ്ലവന പ്രക്രിയ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കും അല്ലെ? മാലിന്യം താഴെ വന്ന് അടിഞ്ഞു കിടക്കും, ലോഹം മുകളിലോട്ട് പതിഞ്ഞു വരും. ക്ലിയർ ആയല്ലോ? അത് എപ്പോഴാണ് നടക്കുന്നത്? സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. സൾഫൈഡ് അയിരുകൾ. അപ്പൊ ഓക്സൈഡ് ആയിരുന്നെങ്കിൽ ഏതാണ്? ഓക്സൈഡ് വരുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. അതേപോലെ തന്നെ സ്വർണവും ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ഇത് വരുന്നത് ഏതാണ്? പ്ലവന പ്രക്രിയയാണ്. സൾഫൈഡ് ആവുമ്പോൾ പ്ലവന പ്രക്രിയ. അടുത്തതാണ് കാന്തിക വിഭജനം. കാന്തിക വിഭജനം നിങ്ങൾക്ക് എല്ലാം അറിയാം. കാന്തിക വിഭജനം ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്നെങ്കിൽ അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യത്തിന്, ഇതിൽ രണ്ടിൽ ഏതിനെങ്കിലും ഒരു കാന്തിക സ്വഭാവമായിരിക്കണം. അപ്പൊ കാന്തം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? മറ്റേത് ഇതിനെ ആകർഷിക്കും, കാന്തത്തിലോട്ട് ആകർഷിക്കും. അത്രേ ഉള്ളൂ സംഭവം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ വേണ്ടി ഈ മാർഗം ഉപയോഗിക്കും. എവിടെയാണ് ചെയ്യുന്നത്? ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ സാന്ദ്രണം ചെയ്യുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഉദാഹരണം പഠിച്ചു വെക്കുക. അയൺ നമുക്കറിയാം, ഇരുമ്പിന് എന്തുണ്ട്? മാഗ്നറ്റിക് ഉണ്ട്, മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഇരുമ്പുണ്ട് ഓൾറെഡി. പിന്നെ വരുന്ന ഏതാണ്? ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? ഈ കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത നാലാമത്തെയാണ് ലീച്ചിങ്. ലീച്ചിങ് എന്താണ്? നമ്മളൊരു രാസവസ്തു ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുകയാണ് എങ്കിൽ അതാണ് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റുന്നു. അതാണ് ലീച്ചിങ്. ഒരു രാസവസ്തു ഉപയോഗിച്ച്, രാസവസ്തു അത് ഓർത്താൽ മതി, രാസവസ്തു. അപ്പൊ ആദ്യം ജലപ്രവാഹം ഡെൻസിറ്റി കുറവ്, രണ്ടാമത്തത് അപദ്രവ്യത്തിന് ഡെൻസിറ്റി കൂടുതൽ, ഏതാണ്? പ്ലവന പ്രക്രിയ. അടുത്ത കാന്തിക വിഭജനം, രണ്ടിലേതെങ്കിലും ഒന്നിന് കാന്തികം ഇത് കാണണം. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു രാസവസ്തു ചേർത്ത് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ 4 പ്രോസസ്സും പഠിച്ചു. ഇതിന്റെ എക്സാമ്പിൾ ഏതാണ്? അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. എല്ലാത്തിന്റെ ഉദാഹരണം ഒന്ന് ഓർത്തിരുന്നോണേ. അടുത്ത ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. എന്തായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നോക്കൂ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു അയിരുകളുടെ സാന്ദ്രണം, അത് കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നു. അത് 2 രീതിയിലാണ്. ഒന്ന്, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കും, അല്ല എങ്കിൽ ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം. ആദ്യം സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കും, എന്നിട്ട് ഈ ഓക്സൈഡിനെ എന്താക്കും? നിരോക്സീകരണം നടത്തും. ഇങ്ങനെ 2 പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെയാണ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സിഡൈസ് ആക്കൽ. അതിനകത്ത് ഒന്നാമത് വരുന്നതാണ് കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാല് ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അടങ്ങിയ അയിരുകൾ ഉണ്ടല്ലോ, അവയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കും. അതാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാൽസിനേഷൻ എന്താണ്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അടങ്ങിയ അയിരുകളെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കും. വായുവില്ലാതെ ചൂടാക്കും. അതാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡ് ആയിട്ട് ഇവിടെ മാറുന്നു. അത് അതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കാം. രണ്ടാമത്തതാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്തായിരിക്കും? വായുവിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ചൂടാക്കും. സൾഫർ അടങ്ങി, ഇവിടെ ഓർക്കുക സൾഫർ ആണ്, സൾഫർ അടങ്ങിയ അയിരുകളെ, ഇവിടെ വാട്ടർ ജലവും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആണ് എങ്കിൽ ഇവിടെ വരുന്നത് സൾഫർ ആണ്. സൾഫർ അടങ്ങിയ അയിരുകളെ വായുവിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ചൂടാക്കും.
അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ ഇതിലാണ് ഇത് ചെയ്യുന്നത്, താപനിലയിലാണ് ചൂടാക്കുന്നത്. മറ്റേതും അതേപോലെ തന്നെ അതിന്റെ കുറഞ്ഞ ദ്രവണാങ്കത്തിൽ ചൂടാക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് രണ്ടും എന്താണ്? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സിഡൈസ് ആക്കുന്ന രീതിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓക്സിഡൈസ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം നടക്കണമല്ലോ. അതിന് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് നിരോക്സീകാരികളെ ഉപയോഗിക്കാം. അത് നിരോക്സീകാരിയായിട്ട് വൈദ്യുതി, ഒന്നെങ്കിൽ ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, കാർബൺ, അലൂമിനിയം, ഹൈഡ്രജൻ, ഇതൊക്കെയാണ് നിരോക്സീകാരികൾ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓക്സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം? നീക്കം ചെയ്യാം. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നിരോക്സീകരണമാണ്. അനുയോജ്യമായ നിരോക്സീകാരികൾ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതിന്റെ താഴെ കണ്ടോ, ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലെയുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. വായിച്ചു നോക്കിക്കോണേ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണേ. അതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നിവയൊക്കെ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തതാണ് മൂന്നാമത്തെ ഘട്ടമാണ് ലോഹ ശുദ്ധീകരണം. ലോഹ ശുദ്ധീകരണം മൂന്നാമത്തെ ഘട്ടം. അതിനകത്ത് പറയുന്നതാണ് ഒന്ന് ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ എന്ന് പറഞ്ഞാൽ ദ്രവണാങ്കം കുറഞ്ഞ ലോഹങ്ങളെ, കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിൻ, ലെഡ് എന്നീ ലോഹങ്ങളെ അപദ്രവ്യമായി ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസിന്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് ലഭിക്കും. അപ്പം ഈ ഉരുക്കി വേർതിരിക്കൽ എവിടെ യൂസ് ചെയ്യുന്നത്? ടിന്ന്, ലെഡ് എന്നിവയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ദ്രവണാങ്കം കുറഞ്ഞതാണ്. ക്ലിയർ ആയല്ലോ ഉരുക്കി വേർതിരിക്കൽ. അടുത്തതാണ് സ്വേദനം, ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? തിളനില കുറവുള്ളതായിരിക്കണം. താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതി ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതിന്റെ എങ്ങനെയാണെന്ന് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തേതാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ്. എന്താണ് ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ് എന്ന് പറയുന്നത്? നമുക്കറിയാം വൈദ്യുതി വിശ്ലേഷണ ശുദ്ധീകരണമാണ്. വൈദ്യുതി കൊടുത്ത് ശുദ്ധീകരിക്കാണ്. വൈദ്യുതി കൊടുത്ത് ശുദ്ധീകരിക്കുമ്പം ആ ലോഹം എന്തായിരിക്കണം? പൂർണ്ണമായിട്ടും ലോഹം മാത്രമായിരിക്കണം. ഒറ്റ മാലിന്യം പോലും കാണില്ല. അങ്ങനെയുള്ള വസ്തുക്കൾ ഏതായിരിക്കും? വില കൂടിയതായിരിക്കും. എന്തൊക്കെയാണ്? സ്വർണവും വെള്ളിയുമാണ്. അപ്പൊ സ്വർണം, വെള്ളി വേർതിരിക്കുന്ന, ഓർക്കാൻ വേണ്ടിയാണ്, സ്വർണം, വെള്ളി എന്നിവ വേർതിരിക്കുന്ന ഏത് വഴിയാണ്? വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം വഴിയാണ്. ഈ മൂന്ന് പ്രോസസ്സ് നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് ജലപ്രവാഹത്തിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ വേർതിരിച്ചെടുത്തു. വേർതിരിച്ചെടുക്കുന്ന ഏതൊക്കെ വഴിയാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ലീച്ചിങ്, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? കാൽസിനേഷൻ വഴി. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? കാൽസിനേഷനും റോസ്റ്റിങ്ങും അല്ലെ. അതിനെ ഓക്സിഡൈസ് ചെയ്തു. പിന്നെ ഓക്സിഡൈസിനെ എന്ത് ചെയ്തു? നിരോക്സീകാരിയായി ഓക്സിഡൈസിനെ നീക്കം ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? മൂന്ന് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണം. എങ്ങനെയാണിത്? ലോഹ ശുദ്ധീകരണം, റീഫൈനിങ് ഓഫ് മെറ്റൽ. ക്ലിയർ ആയല്ലോ? ലോഹ വിശ്ലേഷണ, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, അതൊന്ന് ഓർത്തിരിക്കാം. ഇനി ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണമാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹേമറ്റൈറ്റ് ആണെന്നൊക്കെ മുമ്പ് പറഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. ഇതിന്റെ കൂടാണ് സ്ലാങ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. സ്ലാങ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാം. ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ, ഗ്യാങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഗ്യാങ് എന്ന് പറഞ്ഞ അപദ്രവ്യം അല്ലെങ്കിൽ മാലിന്യമാണ്. ഈ ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നേരെ തിരിച്ച് ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണുള്ളതെങ്കിൽ അസിഡിക് സ്വഭാവമായിട്ടുള്ള ഫ്ലക്സ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫ്ലെക്സ് എന്താണ്? ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ്. ഓർത്താൽ മതി. നേരെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. സെയിം ആണെങ്കിൽ അവിടെ എന്ത് നടക്കും? ഭയങ്കര റിയാക്ഷൻ നടക്കും. അങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. ഇനി SCRT ടെസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ്, മറ്റൊരു ബോക്സ് ആണ് അലോയ് സ്റ്റീലുകൾ, അതിന്റെ ഘടകങ്ങൾ, പ്രത്യേകത, ഉപയോഗം. ഒന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് എന്തൊക്കെയുണ്ട്? Fe അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഉറപ്പുള്ളതാണ്. എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ ഇവ നിർമ്മിക്കുന്നതിന്.
രണ്ടാമത്തത് അൽനിക്കോ. അൽനിക്കോ മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. അൽനിക്കോയിലെ ഘടകങ്ങൾ ഓർത്തിരുന്നോണം, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അതിന്റെ പ്രത്യേകത കാന്തിക സ്വഭാവമാണ്. എന്താണ്? സ്ഥിര കാന്ത നിർമ്മാണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അൽനിക്കോ ഉപയോഗിക്കുന്നത്. അടുത്ത നിക്രോം. നിക്രോമും ചോദിച്ചിട്ടുള്ളതാണ്. നിക്രോമിനകത്ത് ഏതൊക്കെയാ വരുന്നത്? അയൺ, നിക്കൽ, ക്രോമിയം, കൊബാൾട്ട്, ക്രോമിയം, കാർബൺ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഉയർന്ന പ്രതിരോധമാണ്. അതിനകത്ത് വരുന്ന എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിനാണ്. അപ്പൊ അൽനിക്കോയും നിക്രോമും ഒന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അൽനിക്കോയ്ക്കകത്ത് വരുന്നത് അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആണെങ്കിൽ നിക്രോമിനകത്ത് വരുന്നത് അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ ആണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങളാ. ഇനി ഘടകമൂലകങ്ങൾ വ്യത്യാസപ്പെടുത്തിയും അവയുടെ അനുപാതം വ്യത്യാസപ്പെടുത്തിയും നമുക്ക് വിവിധ ലോഹ സങ്കരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇനി മറക്കത്തില്ലല്ലോ ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നോക്കൂ. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ഓപ്ഷൻ എ കാന്തിക വിഭജനം, ഓപ്ഷൻ ബി ജലപ്രവാഹത്തിൽ കഴുകൽ, ഓപ്ഷൻ സി ലീച്ചിങ്, ഓപ്ഷൻ ഡി പ്ലവന പ്രക്രിയ. ഏതാണ് ഉപയോഗിക്കുന്നത്? ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഏതിലാ വരുന്നത്? ബോക്സൈറ്റ് നിങ്ങൾക്ക് കിട്ടി. ഏതായിരുന്നു? അലൂമിനിയം ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു. ഏതാ? അലൂമിനിയത്തിനാണ് ബോക്സൈറ്റ് വരുന്നത് അല്ലെ? അപ്പൊ ബോക്സൈറ്റ് സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഏതാണ്? ലീച്ചിങ് ആണ്. ഏതാണ്? ലീച്ചിങ്. ലീച്ചിങ് എന്താണ് നമ്മൾ പഠിച്ചല്ലോ. ഒരു രാസവസ്തു ചേർത്ത് ലോഹത്തെ മാലിന്യത്തെ വേർതിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നതാണ് എന്ത്? ലീച്ചിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾ അയിരുകളും ധാതുക്കളും ഫുള്ള് പഠിച്ചു. അയിരുകളെല്ലാം നിങ്ങൾ പഠിച്ചു. ആ കോഡ് വഴി പഠിച്ചു വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആദ്യം വീഡിയോ ക്ലാസ് കാണുക, ശേഷം PDF വായിക്കുക, ശേഷം പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക. പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് തെറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട. അങ്ങനെ തെറ്റുന്നവരും വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്നുകൂടെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.